മൂവി കൊള്ളായിരുന്നു. 2 മണിക്കൂർ വാച്ചബിൾ ആണ്. ഒരു നോർമലി തെലുങ്ക് മൂവി പോലത്തെ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അടുത്ത ഇനി ഇതിന്റെ പാർട്ട് 2 ലീഡും അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. നോർമൽ ആക്ഷൻസ്, തെലുങ്ക് ഡ്രാമ ആക്ഷൻസ് തന്നെ, ഇമോഷണലി കണക്ട് ചെയ്യുന്നുള്ളതല്ല. കുറച്ച് നല്ല നല്ല പെർഫോമൻസ് വൈസ് ദേവരഥ എന്നുള്ള ക്യാരക്ടറാണ് മെയിൻ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ബാക്കി അതിന്റെ പാർട്ട് 2 അതിന്റെ ബാക്കിയുള്ള ലീഡുണ്ട്. നല്ല ക്യാരക്ടറും ബിജിയും എല്ലാം അടിപൊളിയായിരുന്നു. നോർമലി ഉള്ള ടിപ്പിക്കൽ തെലുങ്ക് മൂവി എന്നുള്ള രീതിയിലാണ്. നല്ല പടം. ഇഷ്ടപ്പെട്ടു. എന്താണ് ഏറ്റവും മികച്ച എന്താണ്? ആക്ഷൻ കേട്ടില്ല. അടിപൊളി അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. സിനിമ കൊള്ളാം, നല്ലൊരു മൂവിയാണ്. വെറൈറ്റി ടൈപ്പായിട്ട് എടുത്തിരിക്കുന്നത് കൊള്ളാം, നന്നായിട്ട്. ആക്ഷനും ബീജം സോങ്ങൊക്കെ സർവീസ് കൊള്ളാം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കൊള്ളാം, നല്ല പടം. മസ്റ്റ് വാച്ച് മൂവി തന്നെ. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പടം കാണാം, ഡെഫിനറ്റ് ആയിട്ട് വൺസ് ചെയ്യും. ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. സ്റ്റോറി കൊള്ളാം, പക്ഷെ ക്ലൈമാക്സ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചുകൂടെ കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ നല്ലപോലെ ഒരു എൻഡിങ് അല്ല. പാട്ട് ഇറങ്ങുമല്ലോ, അപ്പൊ നോക്കാം. ലാഗല്ലേ ഇപ്പൊ ഒരു പടത്തിലാവുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു എല്ലാ സിനിമയിലും ഉണ്ടാവും ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള. ടോട്ടലി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് ദേവരഥ എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ഇതാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് കഥയിലോട്ടുള്ള ഒരു ചെറിയൊരു ലാഗാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മൂവിയാണ്. ഇമോഷണലി ഓക്കെ. അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു മൂവി ആയിട്ടാണ് തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് ആന്റിരുദ്ധിന്റെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പിന്നെ കൊട്ട ശിവയുടെ ഒരു നല്ലൊരു മൂവി എന്ന് തന്നെ പറയാം. അതിൽ പ്രത്യേകിച്ച് കുറ്റമൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓരോ ആൾക്കാർ കാണുമ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ രസമുള്ള കുഴപ്പമില്ല.